ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, KSUവിന്റെ മാർച്ച് വീണ്ടും വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിന്റെ പരിസരത്തേക്ക് എത്തുകയാണ്. അവിടെ വീണ്ടും ചെറിയ രീതിയിലുള്ളൊരു സംഘർഷമുണ്ട്. അവിടെ സംഘടിച്ചെത്തിയ KSU പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചു തന്നെ പോലീസ് വാഹനത്തിലേക്ക് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കോഴിക്കോട് വെള്ളിമാട് കുന്നിൽ KSUവിന്റെ പ്രതിഷേധം പോലീസുമായിട്ട് ചെറിയ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഈ 5 കുട്ടികളെയും പരീക്ഷ എഴുതിക്കാൻ അനുവദിക്കില്ല എന്നാണ് KSU പ്രവർത്തകരും MSF പ്രവർത്തകരും പറയുന്നത്. KSU MSF പ്രവർത്തകരുടെ ഇപ്പോൾ പോലീസ് ചെറുതായി ബലം പ്രയോഗിക്കുന്നുണ്ട്. KSUവിനോടൊപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സിനോജും മുബഷീറും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒരു രണ്ടാം ഘട്ട KSUവിന്റെ പ്രതിഷേധമാണോ നമ്മൾ ഈ കാണുന്നത്? ചെറിയ സംഘർഷമുണ്ടോ അവിടെ മുബഷീർ? അരുൺകുമാർ, വലിയ സംഘർഷ സാഹചര്യം തന്നെയാണ്. അല്പസമയം മുമ്പാണ് KSU വീണ്ടും പ്രതിഷേധമായ ഒരു മേഖലയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള നീക്കമാണ് KSU പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാണ് KSU ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പോലീസ് അതിന് അനുവദിക്കുന്നില്ല. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് എത്തിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പ്രവർത്തകർ KSUവിന്റെ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് സംഘടിച്ചെത്തിയാണ് പ്രതിഷേധവുമായി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പോലീസുമായി ഉന്തു തള്ളുപടിയ ഒരു മേഖലയിൽ ചില പ്രവർത്തകർ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പോലീസ് വാഹനത്തിലേക്ക് KSUവിന്റെ പ്രവർത്തകരെ ബലം പ്രയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ്. ഈ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ സമ്മതിപ്പിക്കില്ല എന്ന് തന്നെയാണ് KSU ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ MSFന്റെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. MSFന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ആ നിലയിൽ പ്രതിഷേധവുമായി ഈ ഒരു മേഖലയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെ പുറത്തേക്ക് പോകാൻ സമ്മതിക്കാതെ ഇവിടെ വെച്ച് തന്നെ പോലീസ് കാഴ്ചയാണെങ്കിലും നിരവധി വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധത്തിൽ അണിചേരുന്ന കാഴ്ച തന്നെയാണ് വെള്ളിമാട് കുന്നിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. അരുൺകുമാർ, MSFന്റെ പ്രവർത്തകരെ നീക്കി KSUവിന്റെ ആദ്യഘട്ടത്തിൽ 8 വിദ്യാർത്ഥികൾ വന്ന് പ്രതിഷേധിച്ചു. അതിനുശേഷം MSFിലെ കുറച്ച് വിദ്യാർത്ഥികൾ വന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെത്തി ജുവനൈൽ ഹോമിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ KSUവിലെ കുറച്ച് വിദ്യാർത്ഥികൾ കൂടി അവിടെ എത്തിയിട്ടുണ്ട്. അധികം കുട്ടികളില്ലെന്ന് തോന്നുന്നു, അല്ലേ മുബഷീർ? അത്രയധികം പ്രവർത്തകരില്ല. നേരത്തെയൊക്കെ തന്നെ പ്രതിഷേധത്തിൽ ഈ വിദ്യാർത്ഥികൾ അണിനിരന്നത് കൊണ്ട് തന്നെ അവർക്ക് തന്നെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. കുറഞ്ഞ സംഘമുള്ള വിദ്യാർത്ഥികളാണ് അല്പസമയം മുമ്പ് KSUവിന്റെ പ്രതിഷേധവുമായി ഇങ്ങോട്ടേക്ക് എത്തിയത്. എന്തായാലും ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള KSUവിന്റെ നേതാക്കളെ ഇവിടെ നിന്ന് പൂർണ്ണമായിട്ടും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പോലീസ് വാഹനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എങ്കിലും ചില ഭാഗങ്ങളിലൊക്കെ തന്നെ വിദ്യാർത്ഥികൾ തമ്പടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും ഇനിയും അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതിഷേധം പോലീസും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ പോലീസ് സന്നാഹം ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പ്രതിഷേധവുമായി എത്തി KSU പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. നിലവിൽ ഇവിടെ പ്രതിഷേധ സാഹചര്യമില്ല. എങ്കിലും സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പല മേഖലകളിലായി വിദ്യാർത്ഥികൾ തമ്പടിച്ചു നിൽക്കുന്നതുകൊണ്ട് തന്നെ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. അരുൺകുമാർ, ആ നിലയിൽ തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. ഭരണകൂടം ഒരുത്തരെ കൊന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് ഇത്രയും വലിയ ബറ്റാലിയൻ ACPന്റെ നേതൃത്വത്തിലാണ് കൊടുത്തത്. എന്ത് തെമ്മാരത്തിലാണ് കാണിക്കുന്നത്? അവസാനിക്കൂല, യാതൊരു തരത്തിലും ഈ സമരം ഇങ്ങനെ അവസാനിക്കൂല. ഓക്കെ, ആ KSU പ്രവർത്തകരെയും പോലീസ് അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇത് സമരം വലിയ സമരമായി മാറും എന്നാണ് ഇവർ പറയുന്നത്. ഈ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് KSU MSF പ്രവർത്തകരുള്ളത്.